തലക്കെട്ട് ഇങ്ങനെയാണ്: കൾട്ടിവേറ്റ് യുവർ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ കൃതജ്ഞത നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ നമ്മൾ ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ മിക്ക ഭാഷകളിലും നമുക്ക് അതിനായിട്ടുള്ള മറുപടി ഉണ്ട്. പക്ഷേ നമ്മുടെ മലയാളികൾ പൊതുവെ പറയുന്ന ഒരു ഉത്തരം എന്താണ്? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു, ഓ എന്തോ പറയാനാ എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, ഒരു മറുപടിയാണ് നമ്മൾ കൊടുക്കാറുള്ളത്, അല്ലേ? അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാതെ അടിപൊളി, ഞാൻ നല്ല സന്തോഷവാനായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ? പറയുന്ന പോട്ടെ, നമ്മൾ ചിന്തിക്കാറുണ്ടോ? അപ്പോൾ അതിനെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ വാക്കാലെ നമ്മൾ പറയുക എന്നുള്ളത് മാത്രമല്ല, ഹൗ ആർ യു, ഐ എം ഫീലിംഗ് ഗ്രേറ്റ് എന്ന് നമ്മൾ ജസ്റ്റ് വാക്കുകൊണ്ട് പറയുക എന്നുള്ളത് മാത്രമല്ല, നമ്മളതിനെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നത്തെ ഒരു ദിവസം ഞാനിവിടെ ജീവിച്ച് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിന് എത്രയോ പേരോട് ഞാൻ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രപഞ്ചത്തോട്. എന്നെ ഇപ്പോഴും ഈ ജീവനിൽ, ഈ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരു വലിയൊരു കാരണമുണ്ടാകാം. ആ കാരണം ഒരുപക്ഷെ എനിക്ക് അറിയില്ലായിരിക്കാം, പക്ഷേ ഈ ലോകത്ത് ഞാൻ ചെയ്തു തീർക്കാനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി എൻ്റെ ഈ ഒരു ജീവിതം നീട്ടിക്കൊണ്ട് പോവുകയാണ്, അതിന് ഞാൻ നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് വാക്കാലെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നമ്മുടെ ഉള്ളിൽ അതൊന്ന് ഫീൽ ചെയ്യുക. ഇന്നത്തെ ദിവസം ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എനിക്ക് ചുറ്റുമുള്ള ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കൃതജ്ഞതയുള്ളവരാകുന്നു, നന്ദിയുള്ളവരാകുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അതേപോലെ തന്നെ നമുക്ക് ആഹാരം കഴിക്കുന്ന സമയത്തും പല ആളുകളും പല രീതിയിലും പ്രാർത്ഥിക്കാറുണ്ട് ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട്. പക്ഷേ ആ പ്രാർത്ഥന എന്തുതന്നെയാണെങ്കിലും, പറയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ വായിലേക്ക് ആ ഒരു ഭക്ഷണ പദാർത്ഥം വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭക്ഷണം എൻ്റെ മുന്നിൽ എത്തിക്കാനായിട്ട് എത്രയോ ആളുകളുടെ പരിശ്രമം അതിൻ്റെ പുറകിലുണ്ട്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, പച്ചക്കറി ആണെങ്കിലും മത്സ്യമാംസാദികളാണെങ്കിൽ പോലും, എന്ത് സാധനമാണെങ്കിലും അതിനെ കൃഷി ചെയ്യാനും അതിനെ വിളവെടുക്കാനും അതിനെ കടയിലെത്തിക്കാനും നമ്മുടെ ഈ മേശയിലെത്തിക്കാനും വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ എത്രയോ വ്യക്തികൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം മനസ്സിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒന്ന് നന്ദി പറയുമ്പോൾ ആ ആഹാരത്തിൻ്റെ ഗുണം ശരിക്കും നമ്മുടെ ശരീരത്തിൽ നല്ലപോലെ പിടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആഹാരം നമുക്കൊരു പക്ഷേ ജീവനില്ലാത്തൊരു വസ്തുവായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു വസ്തു നമ്മുടെ ഭക്ഷണമായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തും ജീവനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നന്ദിയുള്ളവരായി മാറാൻ തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ കൃതജ്ഞത